ഓസ്ട്രേലിയക്കാരന്റെ ബനിയൻ തുണിയിൽ തുന്നിയ മുഷിഞ്ഞ നീല അണ്ടർവെയർ. ആ അണ്ടർവെയറിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. കേസിലെ കേന്ദ്ര കഥാപാത്രമായ നീല അണ്ടർവെയർ 60 ഗ്രാം ഹാഷിഷ് ഒളിപ്പിച്ച നിലയിൽ പ്രതി ധരിച്ച അണ്ടർവെയർ അറസ്റ്റിന്റെ സമയത്ത് തന്നെ പ്രതിയിൽ നിന്ന് ഊരി വാങ്ങി സീൽ ചെയ്ത് പരിശോധനയ്ക്ക് അയച്ചു. അണ്ടർവെയറിലെ കള്ളത്തരം കണ്ടെത്തിയത് ഫോറൻസിക് വിദഗ്ധൻ പി വിഷ്ണു പോറ്റിയാണ്. തുന്നലിന്റെ ആ ഒരു രീതി മുതൽ നൂലിന്റെ പഴക്കം വരെ സൂക്ഷ്മമായി ഇഴകീറി പരിശോധിച്ച് അദ്ദേഹം ഒരു റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിൽ തെളിഞ്ഞ വിവരങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചു. ഒരേ സമയം ചതിയും എന്നാൽ കൗതുകവുമായ ഒരു തൊണ്ടി മുതൽ അത് ജുഡീഷ്യറിയുടെ ഭാഗമായ ഒരു അഭിഭാഷകൻ ചെയ്തു എന്നത് അക്ഷന്തവ്യമായ തെറ്റ്. രണ്ടു വശങ്ങളിലെയും അടിഭാഗത്തെയും തുന്നലുകളും അടിവസ്ത്രത്തിന്റെ മറ്റു ഭാഗത്തെ തുന്നലുകളും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട് എന്നായിരുന്നു റിപ്പോർട്ട്. അതായത് കാലുകൾ കയറേണ്ട രണ്ടു വശത്തുമാണ് മാറ്റം വരുത്തി നടത്തി ചെറുതാക്കിയിട്ടുള്ളത്. അടിഭാഗത്തെ തുന്നൽ സാധാരണ പുറത്തേക്ക് കാണാവുന്ന വിധത്തിലാകില്ല. എന്നാൽ ഇവിടെ ആ ഭാഗത്തെ നൂലുകൾ പുറത്തേക്ക് തള്ളിയാണ് ഇരുന്നത്. തച്ച് പരിചയമില്ലാത്ത അല്ലെങ്കിൽ അവിടെ ഒരു തരികിടപ്പണി നടന്നു എന്നതിന്റെ ആദ്യ സൂചന ആയിരുന്നു ആ പുറത്തുള്ള തയ്യൽ. അതുപോലെ ചെറുതാക്കാനായി വെട്ടിക്കളഞ്ഞ ഭാഗത്ത് ഒരു ലേബൽ ഉണ്ടായിരുന്നു. ആ ലേബൽ മറ്റൊരു ഭാഗത്ത് കൂട്ടിച്ചേർത്ത് തുന്നിയതായും കണ്ടെത്തി. ഇനി നൂലിന്റെ നിറങ്ങൾ അത് 2 കളറിലാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് പഴക്കം കൊണ്ട് ഭംഗി നിലയിൽ കണ്ടപ്പോൾ മറ്റൊരു ഭാഗത്ത് തീർത്തും പുതിയ നൂൽ കാണാമായിരുന്നു. അത് പുതിയതും പഴയതുമായ തുന്നലുകളെ സൂചിപ്പിച്ച മറ്റൊരു തെളിവ്. മാത്രവുമല്ല അസ്വാഭാവികം എന്ന് കണ്ട തുന്നലുകളെല്ലാം പുതിയവ ആണ് എന്നും ഫോറൻസിക് റിപ്പോർട്ട് വെളിപ്പെടുത്തി. കോടതിയാണ് കസ്റ്റോഡിയൻ. അവിടെ നിന്ന് അന്യായമായി കൈക്കലാക്കി 4 മാസത്തോളം കൈവശം വെച്ചത് പ്രതിഭാഗം അഭിഭാഷകൻ ആന്റണി രാജു. കോടതിയിലെ തൊണ്ടി രജിസ്റ്റർ ഇതിന് തെളിവായുണ്ട്. അവിടെയാണ് രാജുവിന്റെ കുരുക്ക് മുറുകിയത്. തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ 1996 നൽകിയ ഈ റിപ്പോർട്ടും കയ്യിൽ വെച്ചാണ് 2002 ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചത് എന്നതാണ് ഏറെ വിചിത്രമായ മറ്റൊരു സംഗതി. ആന്റണി രാജു MLA ആയിരുന്ന 1996 മുതൽ 2001 വരെ ഉദ്യോഗസ്ഥർക്ക് മേൽ ചെലുത്തിയ സ്വാധീനം, അതിന്റെ ഫലമായിരുന്നു ആ നടപടി എന്ന് ന്യായമായും അനുമാനിക്കപ്പെടുകയാണ്. ഇതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പലപ്പോഴും മാധ്യമങ്ങളെ കാണുമ്പോഴും ഒക്കെ തനിക്കെതിരെ ഒരു തെളിവുമില്ല എന്ന് കണ്ടെത്തി പോലീസ് റിപ്പോർട്ട് കൊടുത്ത് അവസാനിപ്പിച്ച ഒരു കേസാണ് എന്ന് പലകുറി ആവർത്തിച്ച് ആണയിട്ട് പറഞ്ഞത്. ആന്റണി രാജുവിന് കുരുക്കായത് കൈയക്ഷര പരിശോധനയാണ്. തൊണ്ടിയായ അടിവസ്ത്രം കൈക്കലാക്കാൻ തൊണ്ടി രജിസ്റ്ററിൽ ഇംഗ്ലീഷിൽ എഴുതി ഒപ്പിട്ടത് ആന്റണി രാജു തന്നെ എന്ന് കൈയക്ഷരം പരിശോധിച്ച ഫോറൻസിക് വിദഗ്ധൻ സ്ഥിരീകരിച്ചു. ഇതടക്കം സാധ്യമായ എല്ലാ ശാസ്ത്രീയ പരിശോധനകളും പൂർത്തിയാക്കിയാണ് ആന്റണി രാജുവിനെ പ്രതി ചേർത്ത് 2006 കുറ്റപത്രം നൽകുന്നത്. ആന്റണി രാജുവിന്റെ കൈയക്ഷരത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കുകയായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ്. അതിനായി തൊണ്ടി രജിസ്റ്ററിൽ എഴുതിയ അതേ വാചകം റിസീവ്ഡ് ദ ഐറ്റം നമ്പർ സ്വാൻസോ എന്നുള്ളത് ആന്റണി രാജുവിനെ കൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് കമ്മീഷണർ വീണ്ടും എഴുതിച്ചു. ഒന്നല്ല 5 തവണ ഒപ്പും ഇടുവിച്ചു. കൂടാതെ മറ്റൊരു പേപ്പർ റിട്ടേൺ ഓൺ 5/12/90 എന്നും എഴുതിച്ചെടുത്തു. ഒപ്പും ചേർത്ത് അതും 5 തവണ വീതം. ഇവ കൂടാതെ ആന്റണി രാജു 1990 കാലത്ത് എഴുതിയ ഏതാനും രേഖകളും ജസ്റ്റ് ഒരു കമ്പാരിസന് വേണ്ടി ഫോറൻസിക് വിഭാഗം ആവശ്യപ്പെട്ടു. അതും ശേഖരിച്ച് നൽകിയ ശേഷമാണ് തിരുവനന്തപുരം ഫോറൻസിക് ലാബ് ജോയിന്റ് ഡയറക്ടർ KP ജയകുമാർ പരിശോധന കംപ്ലീറ്റ് ആക്കുന്നത്. എല്ലാ കൈയക്ഷരവും ആന്റണി രാജുവിന്റെ തന്നെയെന്നും തൊണ്ടി രജിസ്റ്ററിലെ കൈയക്ഷരത്തിന്റെ കാര്യത്തിൽ സംശയം ഒട്ടും വേണ്ട എന്നാണ് പിന്നീട് FSL ഡയറക്ടറായി വിരമിച്ച ജയകുമാർ പോലീസിന് നൽകിയ റിപ്പോർട്ട്. തിരുവനന്തപുരം മഞ്ചൂർ കോടതി പ്രതിയെ 10 വർഷത്തേക്ക് ശിക്ഷിച്ചു. എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് ആൻഡ്രൂ അനുകൂല വിധി നേടി. തൊണ്ടി മുതലായ അടിവസ്ത്രം പ്രതിയുടേതല്ല എന്ന പ്രതിഭാഗം വാദം അംഗീകരിച്ചാണ് ആൻഡ്രൂവിനെ കോടതി വിട്ടയച്ചത്. പിന്നീട് ഓസ്ട്രേലിയയിൽ മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയവെയാണ് സഹതടവുകാരനോട് വെറുതെ ഒരു തമാശയായിട്ട് തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തി രക്ഷപ്പെടുത്തിയ വിവരം ആൻഡ്രൂ വെളിപ്പെടുത്തുന്നത്. സഹതടവുകാരൻ ഓസ്ട്രേലിയയിലെ പോലീസിനോട് ഇക്കാര്യം പറഞ്ഞു. തുടർന്ന് ഇന്റർപോളാണ് CBIക്ക് വിവരം കൈമാറിയത്. CBI കേരള പോലീസിനെ ഇക്കാര്യം അറിയിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന CI KK ജയമോഹൻ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് തൊണ്ടി മുതൽ കേസിൽ അന്വേഷണം നടത്തിയത്. തൊണ്ടി മുതൽ ആന്റണി രാജുവിന് കൊടുത്തുവിട്ട ക്ലാർക്ക് ജോസ് ആണ് 1ാം പ്രതി. എന്തായാലും എപ്പോഴും ഏതൊരു കേസിലും ദൈവത്തിന്റേതായ ഒരു കയ്യൊപ്പ് ഉണ്ടാകും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ കയ്യൊപ്പ് ആണ് ആന്റണി രാജുവിന്റെ ആ ഹാൻഡ് റൈറ്റിങ്ങും അദ്ദേഹം ഇട്ട ആ ഒരു അദ്ദേഹം തെളിവിന് വേണ്ടി ഇട്ട ഒപ്പുകളും എന്ന് പറയേണ്ടി വരും. എന്തായാലും വളരെ നേരത്തെ പറഞ്ഞ പോലെ ചതിയുടെ കഥയാണ് എങ്കിൽ പോലും ഒരു കൗതുകം നിറഞ്ഞ കഥ തന്നെയാണ് ഈ ആന്റണി രാജുവിന്റെ ഈ അണ്ടർവെയർ കഥ എന്ന് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.